നമസ്കാരം. അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്തന്വേഷിച്ചു, എന്ത് കണ്ടെത്തി? കണ്ടെത്തിയതൊന്നും ഞങ്ങൾക്കാർക്കും ഒരു തരത്തിലും ബാധിക്കുന്നതല്ല എങ്കിൽ നിങ്ങൾ പോണം ഹേ എന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ സലാം വെച്ചു എന്നാണ് പറയുന്നത് കെ സി ജോസഫിനോട്. സംഭവം വേറൊന്നുമല്ല, തൃശ്ശൂർ മണ്ഡലം ലോക്സഭാ മണ്ഡലം നഷ്ടപ്പെട്ടു പോയി കോൺഗ്രസിന്. കെ മുരളീധരൻ എന്ന് പറയുന്ന ഈ കോൺഗ്രസ്സുകാർ വിളിക്കുന്ന അതിശക്തനായ വില്ലന്മാരിൽ വില്ലനായ മുമ്പന്മാരിൽ മുമ്പനായ സ്ഥാനാർത്ഥിയെ തന്നെ തൃശ്ശൂരിൽ കൊണ്ട് കൊടികെട്ടി ഇറക്കിയിട്ട് പോലും അവിടെ ഒരു തരത്തിലും വിജയിക്കാൻ കഴിയാതെ മൂന്നാം നിലയിലേക്ക് തരംതാണ് പോയ ഒരു നേതാവാണ് കെ മുരളീധരൻ. കെ മുരളീധരന് കോൺഗ്രസിനെ കുറിച്ചെല്ലാം അറിയാം. കാര്യം നല്ലൊരു കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് കെ മുരളീധരൻ. അവിടെ എവിടെയൊക്കെ ജോസ് വെള്ളൂർ അടക്കമുള്ള ടി എൻ പ്രതാപൻ അടക്കമുള്ളവർ എവിടെയൊക്കെ നിന്ന് കുതുകാൽ വെട്ടി എന്നുള്ള കാര്യം കെ മുരളീധരൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ കുറച്ചൊക്കെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ അപരാധങ്ങളിൽ ഒന്നാണ് അത്. എന്ത്? തൃശ്ശൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയതേ തെറ്റ്. ഏതോ ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ, നീ അങ്ങനെ ചിന്തിച്ചതേ തെറ്റ് എന്ന് പറയുന്ന പോലെ തൃശ്ശൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയത് തന്നെ തെറ്റായിപ്പോയി എന്ന് അവിടുന്ന് ഞാൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കെ മുരളീധരൻ പറയുന്ന വാക്കുകൾ ഇതൊക്കെയാണ്. അപ്പോഴാണ് അതേ വരുന്നു KPCC ഉപസമിതി ഒരു പഠനം നടത്തി. എന്തുകൊണ്ട് കെ മുരളീധരൻ തോറ്റു, മൂന്നാം സ്ഥാനത്തേക്ക് പോയി, കോൺഗ്രസിന് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു തോൽവി അവിടെ ഉണ്ടായി എന്ന് KC ജോസഫ് അധ്യക്ഷനായ ഒരു ഉപസമിതി അന്വേഷണം നടത്തി. KPCCയുടെ അന്വേഷണം എല്ലാം കഴിഞ്ഞു, റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. ഗംഭീരം വന്നത് എങ്ങനെയാണ്? അവിടെ BJPയും CPMും തമ്മിൽ ഒരു വലിയ ബാന്ധവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടത്. അതിന് ഒരുപാട് തെളിവുകൾ നിരത്തുന്നുണ്ട്. ഏകദേശം നിരവധി പഞ്ചായത്തുകൾ CPMന് നേതൃത്വം ഒരു പ്രാമുഖ്യമുണ്ടായിരുന്ന പല പഞ്ചായത്തുകളിലും CPM അടപടലം തോറ്റു. അവിടെയെല്ലാം BJP മുന്നിലേക്ക് വന്നു. മറ്റൊന്നുമല്ല കാരണം കരുവന്നൂരടക്കമുള്ള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതി കേസുകളെല്ലാം രാജിയാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലാതാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് EDയുമായി ചേർന്നിട്ട് നടത്തിയ അല്ലെങ്കിൽ ഒരു ശ്രമത്തിൻ്റെ അല്ലെങ്കിൽ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ വിജയിച്ചത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഉപസമിതി നടത്തിയിരിക്കുന്നത്. എന്നാൽ മുരളീധരൻ പറഞ്ഞു, ഞാനിത് പുറങ്കാല കൊണ്ട് തട്ടി എറിയുകയാണ്, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, മണ്ടത്തരമാണ്, ശുദ്ധ അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത് എന്ന് കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു. തെറ്റാണ്, ഇതൊന്നുമല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് ആ റിപ്പോർട്ട് കാണുക പോലും വേണ്ട എന്നാണ് അത്രേ ഈ കെ മുരളീധരൻ പറഞ്ഞത്. കെ മുരളീധരൻ പറയുന്നു, തൻ്റെ തോൽവിക്ക് കാരണക്കാരായ ഇവരാരുമല്ല, യഥാർത്ഥ കാരണം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇതെല്ലാവരും കുറേ നാൾ കൊണ്ട് KPCC അധ്യക്ഷനും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ മാറിയും തിരിഞ്ഞ് ഏപ്പും തോപ്പുമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ സഖ്യമുണ്ട്, BJPയും CPMുമായി സഖ്യമുണ്ട്. ആ രീതിയിലൊരു ചർച്ച പ്രകാശ് ജാവദേക്കറുമായി EP ജയരാജൻ നടത്തിയിരുന്നു. അവിടെ ഒരു സീറ്റ് കൊടുത്താൽ, തൃശ്ശൂരിലൊരു സീറ്റ് കൊടുത്താൽ ഉറപ്പായിട്ടും ഈ പറയുന്ന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും കരുവന്നൂർ സാമ്പത്തിക ക്രമക്കേടുമെല്ലാം ഒഴിവാക്കി കൊടുക്കാം. അങ്ങനെയൊരു അജണ്ട അവിടെ നടപ്പിലാക്കി എന്ന് മാത്രമാണ് KPCC ഉപസമിതി പറയുന്നത്. ആ റിപ്പോർട്ടുകളിൽ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ താന്യം, ചാഴൂർ, അന്തിക്കാട്, തളിക്കുളം, വലപ്പാട്, ആവിണിശ്ശേരി, മുല്ലശ്ശേരി, ഇളവള്ളി, പാറളം, വല്ലച്ചിറ, നാട്ടിക, നെന്മണിക്കര, പടികൾ എന്നീ പറയുന്ന പാടൂർ എന്നീ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം, ഈ പറയുന്ന പഞ്ചായത്തുകളിലെല്ലാം BJP ഒന്നാം സ്ഥാനത്തേക്ക് വന്നു. ആ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു. അതോടൊപ്പം പൂരം, മറ്റൊരു കാര്യമുണ്ട്, പൂരം കലങ്ങി, നന്നായി കലങ്ങിയില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് BJPക്കാരുടെ മനസ്സിലുള്ളത്. BJPക്കാർക്ക് അത് കലക്കണമായിരുന്നു, ആ കലക്കലിലൂടെ ഒരു നേട്ടമുണ്ടാക്കണമായിരുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. BJP അവിടെ നമുക്കറിയാവുന്ന പോലെ അവിടെ പൂരം കലങ്ങി. ആ സമയത്തുണ്ടായിരുന്നു VS സുനിൽകുമാർ ഉണ്ടായിരുന്നു, കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ, 2 സ്ഥാനാർത്ഥികളും പൂരപ്പറമ്പിലുണ്ടായിരുന്നു. ആ സമയത്ത് എവിടുന്നാണെന്നറിയത്തില്ല, സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ ചീറിപ്പാഞ്ഞ് സൈറന് വിട്ട് വന്ന് ലാൻഡ് ചെയ്യുകയാണ് സുരേഷ് ഗോപി എന്ന ജനനായകൻ. എന്നിട്ട് അതിനെ വോട്ട് ബാങ്ക് ആക്കി മാറ്റാനും ശ്രമിച്ചു. അപ്പോൾ പൂരം കലക്കിയത് ആരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്നറിയാം. ആരൊക്കെ ഇടപെട്ടിട്ടാണ് പൂരം കലങ്ങിയതും എന്ന് നമുക്കറിയാം. അപ്പോൾ പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് BJP നേട്ടം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ നേട്ടം ഉണ്ടാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത് മാത്രമായിരുന്നില്ല. ഇവിടെ സത്യത്തിൽ ഈ പറയുന്ന ഉപസമിതിയുടെ റിപ്പോർട്ടിൽ ഒട്ടും കെ മുരളീധരൻ സംതൃപ്തനല്ല. അദ്ദേഹം പറയുന്നത്
സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ജില്ലാ നേതൃത്വത്തിനും ഈ പറയുന്ന പരാജയത്തിൽ പങ്കുണ്ട്. അതായത് തന്നെ കുതുകാൽ വെട്ടി എന്ന് തന്നെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഇവരിലൊന്നും എനിക്ക് സംസ്ഥാന നേതൃത്വത്തിൽ വിശ്വാസമില്ല, അവിടുത്തെ തൃശ്ശൂർ ജില്ലാ നേതൃത്വത്തിൽ വിശ്വാസമില്ല. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രത്തോളം വോട്ട് കുറഞ്ഞത്. അതായത് വോട്ടുകൾ അത്രയും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പൂരം കലക്കിയെന്ന് തന്നെ വെച്ചോളൂ. ഈ പൂരം കലക്കിയതിൻ്റെ വോട്ടിൻ്റെ പരിണിത ഫലം എവിടെയാണ് പ്രതിഫലിക്കേണ്ടത്? CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ പ്രതിഫലിക്കണം. ഇടതുപക്ഷത്തിൽ പക്ഷേ പ്രതിഫലിച്ചില്ല. ഇടതുപക്ഷത്തിന് ആ സമയത്തും വോട്ടിന് ചെറിയ നേരിയ തോതിലുള്ള ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു, വ്യത്യാസമുണ്ടായിരുന്നു, വർധനമുണ്ടായിരുന്നു, അത് നമുക്കറിയാം. അപ്പോൾ പൂരം കലക്കിയതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് ഈ പറയുന്ന പോലെ ഇദ്ദേഹം പറയുന്ന പോലെ KC ജോസഫ് പറയുന്ന പോലെ ഉപസമിതിയുടെ റിപ്പോർട്ട് പറയുന്ന പോലെ ആയിരുന്നെങ്കിൽ അതിൻ്റെ ഗുണം കോൺഗ്രസിനും കൂടി കിട്ടിയേനെ. അതായത് ഈ പറയുന്ന ഇടതുപക്ഷം 3-ാം സ്ഥാനത്തേക്കും കോൺഗ്രസ് 2-ാം സ്ഥാനത്തേക്കും വന്നേനെ. പക്ഷേ അപ്പോൾ അതല്ലായിരുന്നു യഥാർത്ഥ കാരണം. യഥാർത്ഥ കാരണം കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകൾ ഇവിടെ BJPയിലേക്ക് ചേർന്നു എന്ന് തന്നെയാണ് K. മുരളീധരൻ ഇപ്പോഴും വിശ്വസിക്കുന്നതല്ല, അതാണ് യാഥാർത്ഥ്യവും. ഇനി അതല്ല, അറിയാമല്ലോ, നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ K. മുരളീധരൻ പറഞ്ഞത് എന്താണ്? താഴേക്കിടയിൽ പ്രവർത്തകരില്ലെന്നേ. അവിടെ ബൂത്തിലിരിക്കാൻ പോലും പ്രവർത്തകരെ കിട്ടാത്ത ദുരിതമായ അവസ്ഥയിലായിരുന്നു കോൺഗ്രസ് പാർട്ടി എന്നാണ് പറയപ്പെടുന്നത്. കാര്യം എന്തു പറ്റി? അവിടുത്തെ ജില്ലാ നേതൃത്വം മൊത്തത്തിൽ തിരിഞ്ഞുകൊണ്ട് ഞങ്ങൾ K. മുരളീധരനെ ഇവിടെ വിജയിപ്പിക്കില്ല എന്നൊരു ശപഥം TN പ്രതാപൻ അടക്കമുള്ളവർ, ജോസ് വെള്ളൂർ അടക്കമുള്ളവർ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് K. മുരളീധരൻ തോറ്റതെന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നു. എന്നാൽ ഇതിനൊരു കൃത്യമായ മറുപടി കൊടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല, ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു സാഹചര്യം കൂടി K. മുരളീധരന് വ്യക്തമായിട്ട് അറിയാം. ഇനി അതല്ല, സംഘടനാ ദൗർബല്യമാണ് പരാജയ കാരണം. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ സംഘടനയുടെ ദൗർബല്യം തന്നെയാണ് പരാജയം എന്ന് വെച്ചോളൂ. അപ്പോഴും നേട്ടം BJPക്ക് ആയിരിക്കില്ല, മറിച്ച് ആ നേട്ടം എവിടേക്ക് പോവും? സ്വാഭാവികമായും ഇടതുപക്ഷത്തിലേക്ക് തന്നെ പോവും. അപ്പോൾ ഈ പറയുന്ന പോലെ സംഘടനയിൽ ഉണ്ടായ ദൗർബല്യമായി അംഗീകരിക്കാനും K. മുരളീധരൻ തയ്യാറല്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒന്ന് ദുർബലമായി കഴിഞ്ഞാൽ ആ നേട്ടം ഈ കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി അതാണ്. ഒരു കോൺഗ്രസ് ദുർബലമാകുമ്പോൾ ആ ദൗർബല്യത്തിൻ്റെ നേട്ടം സ്വന്തമാക്കാൻ അവിടെ ഇടതുപക്ഷം ഉണ്ടാകും. ആ ഇടതുപക്ഷത്തിന് നേട്ടം ഉണ്ടായില്ല. പകരം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിലുള്ളവർ, കോൺഗ്രസ്സിനെ വിശ്വസിക്കുന്നവരെല്ലാവരും വോട്ട് രേഖപ്പെടുത്തി. പക്ഷേ രേഖപ്പെടുത്തിയ വോട്ടുകൾ എവിടേക്കാണ് പോയത്? BJPയിലേക്ക് പോയി. അതായത് KC ജോസഫ് പറയുന്ന പോലെ BJPയും CPMഉം തമ്മിലോ ഇടതുപക്ഷവും തമ്മിലോ യാതൊരു വിധത്തിലുള്ള ധാരണയും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പക്ഷം ഇപ്പോഴും K. മുരളീധരൻ സൂക്ഷിക്കുന്നുണ്ട്. BJPയും ഇടതുപക്ഷവും തമ്മിലുള്ള ബാന്ധവത്തെക്കുറിച്ച് യാതൊരു വിധത്തിലും ഒരു വിശ്വാസം K. മുരളീധരൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. K. മുരളീധരൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് തങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയവരാരൊക്കെ അതറിയണം. ചിലർക്കെതിരെയൊക്കെ നടപടി ഉണ്ടായിട്ടുണ്ട്, എന്നാലും തലപ്പത്തിരിക്കുന്ന ആർക്കുമെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നും K. മുരളീധരൻ ആക്ഷേപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് K. മുരളീധരൻ പലപ്പോഴും ഒരു വിമതനെ പോലെ പെരുമാറുന്നത്. പല സംസ്ഥാന നേതൃത്വം പറയുന്നതിനെ പലതിനെയും ഖണ്ഡിക്കുന്നതിന് കാരണം അത് തന്നെയാണ്. എന്നാലും ഇടയ്ക്കും തലയ്ക്കും താൻ ഒരു കോൺഗ്രസ്സുകാരനായി പോയതുകൊണ്ട് സർക്കാരിനെ കുറച്ചുകൂടി കുറ്റം പറയാം എന്ന് മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും KC ജോസഫ് കൊണ്ടുവന്ന ഈ ഉപസമിതിയുടെ റിപ്പോർട്ട് വെറും മിഥ്യാധാരണയുടെ പിന്നിൽ നിന്നുകൊണ്ട് എഴുതി ഉണ്ടാക്കിയ ഒരു സാധനമാണ്. VD സതീശൻ പറയുന്നത് എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ഇരുന്നിട്ടായിരിക്കും, ചില DCCയിൽ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ട് ഉണ്ടാക്കിയത്. കാര്യം VD സതീശൻ പറഞ്ഞു കൊടുക്കും KC ജോസഫ് ഇങ്ങനെ എഴുതൂ. അപ്പം KC ജോസഫ് എഴുതി വെക്കുന്നു, ആ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ തന്നെയാവാനാണ് സാധ്യത. VD സതീശൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രമായിരിക്കും ആ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായത്, ആ ഉപസമിതിയുടെ റിപ്പോർട്ട് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് K. മുരളീധരന് പോലും വിശ്വാസമില്ലാത്ത ഒരു KPCC ഉപസമിതിയുടെ റിപ്പോർട്ടും താങ്ങി പിടിച്ചുകൊണ്ട് KC ജോസഫ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇതാര് വിശ്വസിക്കാൻ? ഇത് കൊണ്ട് കൊടുക്കുക. കാര്യം പറഞ്ഞിട്ടുള്ളത് VD സതീശനാണല്ലോ, VD സതീശൻ്റെ കൊണ്ട് നേപ്പിക്കുക. VD സതീശൻ തീരുമാനിക്കട്ടെ, ഇത് വേണോ വേണ്ടയോ, ഇത് നടപ്പാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം VD സതീശനായിരിക്കട്ടെ ഇനിയും തീരുമാനിക്കുന്നത്. കാര്യം പാർട്ടിയുടെ പൂർണ്ണമായ ചരട് VD സതീശനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നാളിനകത്ത് VD സതീശൻ തന്നെ KPCC പ്രസിഡന്റ്, VD സതീശൻ തന്നെ പ്രതിപക്ഷ നേതാവ് അല്ലേ? നമുക്കറിയാം VD സതീശനെയും KPCC പ്രസിഡന്റിനെയും ഭരണഘടന ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് K. മുരളീധരൻ മാറിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണ്? അന്ന് ഇതല്ല നമ്മുടെ ഭരണഘടന. പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കോൺഗ്രസിൻ്റെ മേലാവി എന്ന് പറഞ്ഞാൽ KPCC അധ്യക്ഷനാണെന്നും
ഇനി അതല്ല പ്രതിപക്ഷ നേതാവ് UDFന്റെ മേധാവിയാണ് എന്നും അതാണ് നമ്മുടെ ഭരണഘടനയെന്നും കെ മുരളീധരൻ ഒരു തവണ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ മേലാപ്പിലുള്ള, അതായത് സംസ്ഥാന നേതൃത്വത്തിലെ ഒരുത്തനെയും കെ മുരളീധരന് കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ. കാര്യം ഇവരെല്ലാം പാലം വലിക്കുന്നവരാണെന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം KC ജോസഫ് കൊണ്ടുപോയ ഈ അന്വേഷണ റിപ്പോർട്ട് KPCCയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.